കർണാടകയുടെ ഭാഗമായ മംഗലപുരം, മാംഗ്ലൂർ. മംഗലാപുരം എന്ന ഈ ദേശം കേരളത്തിനോട് വളരെയേറെ ചേർന്ന് കിടക്കുന്നു. കാസർഗോഡ് നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര ചെയ്താൽ അത്ര തന്നെ വേണ്ട, നമ്മൾ മംഗ്ലൂരിലേക്കാണ് എത്തുക. മാംഗ്ലൂർ അഥവാ മംഗലാപുരം എന്നറിയപ്പെടുന്ന ഈ ദേശം തീരദേശമാണ്. ഇവിടെ തുളു ഭാഷ സംസാരിക്കുന്നവരും അതുപോലെ തന്നെ മലയാളികളും കർണാടകക്കാരും കന്നഡ ഭാഷ സംസാരിക്കുന്നവരും ഹിന്ദിക്കാരും എല്ലാം സമരസപ്പെട്ട് ജീവിക്കുന്നു. ഇവിടെ ഒരു തുറമുഖം കൂടി ഉള്ളത് കൊണ്ട് തന്നെ നാനാജാതി മതസ്ഥർ യഥേഷ്ടം ഒഴുകി സഞ്ചരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മംഗ്ലൂർ. മാംഗ്ലൂരിലെ പുരാതനമായൊരു ക്ഷേത്രമാണ് കദ്രി മഞ്ജുനാഥ ക്ഷേത്രം. AD 1068 ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിൻ്റെ സൂചനയുള്ളത് കൊണ്ട് ഇത് വളരെ പുരാതനമായൊരു ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കാം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്തെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സ്വാധീനവുമായി തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രഭൂമിയുടെ കാഴ്ചകൾ, ഐതിഹ്യങ്ങൾ കാണുവാനുള്ള സഞ്ചാരമാണ് നമ്മുടേത്. നീല നിറത്തിൽ കാണുന്ന ഗോപുരം കടന്ന് അകത്തേക്കെത്തിയാൽ വിശാലമായ ഒരു അകമാണ് നമുക്ക് കാണാനുള്ളത്, ക്ഷേത്ര മതിൽക്കകം. ഈ മതിൽക്കകത്ത് വെളുത്ത നിറത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ കാണുന്ന ശ്രീകോവിലാണ് മഞ്ജുനാഥൻ നിലകൊള്ളുന്നത്. മഞ്ജുനാഥൻ എന്ന നാമം കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊരു സംശയം വേണത് ആരാണ് മൂർത്തിയെന്ന്. മഹാദേവനെ മഞ്ജുനാഥൻ എന്ന നാമത്തിൽ നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കാറേയില്ല. മംഗളൂരിൻ്റെ ഒരു പ്രത്യേകത അതാണ്, മംഗലാപുരത്തിൻ്റെ ഒരു പ്രത്യേകതയും ചരിത്രവും അതാണ്. ഇവിടെ ശക്തമായിട്ട് ഒരു ബുദ്ധിസം ഇവിടെ ഉണ്ടായിരുന്നു, ബുദ്ധമത സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. തുളുനാടിൻ്റെ ബുദ്ധമത സമ്പ്രദായങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ളതുമായിരുന്നു. ഈ സമ്പ്രദായങ്ങളിൽ നിന്ന് ശിവതത്വങ്ങളിലേക്ക് അല്ലെങ്കിൽ ശൈവത്തിലേക്കുള്ള ശക്തമായ തിരിച്ചുവരലിൻ്റെ സൂചനകളാണ് മഞ്ജുനാഥ ക്ഷേത്രം നമുക്ക് നൽകുന്നത്. യഥാർത്ഥത്തിൽ ഒരു മംഗലാപുരത്തിൻ്റെ ഒരു ഗ്രാമീണ ഭാഷയിൽ കാർമേഘങ്ങളെയാണ് മഞ്ജു എന്ന് വിശേഷിപ്പിക്കുന്നത്. മഴ പെയ്യിക്കുന്ന മേഘങ്ങളുടെ നാഥനായ മഞ്ജുനാഥനാണ് മഹാദേവനായി ഇവിടെ നിലകൊള്ളുന്നത്. പരശുരാമ പ്രതിഷ്ഠിതമായ മഹാദേവ സാന്നിധ്യങ്ങളിൽ ഒന്നാണ് കദ്രിയിലെ ഈ മഞ്ജുനാഥ ക്ഷേത്രം. കദ്രി മഞ്ജുനാഥ ക്ഷേത്ര ദർശനം ആരംഭിക്കുന്നത് തന്നെ മഹാഗണപതിയെ തൊഴുതുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വ്യത്യസ്തമായ രീതി, കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായമാണുള്ളത്. പ്രാർത്ഥിക്കാൻ എത്തുന്നവർക്ക് വേണ്ടി പ്രത്യേകമായ ആരതി പുറത്തിരുന്ന് തന്നെ പൂജാരി ചെയ്തു തരും. ഇതുകൂടാതെ പ്രസാദം തരുന്ന ഒരു ചെറിയ വെള്ളി തളികയിലാണ്, അതിനുള്ളിൽ ചന്ദനവും പൂവും ഉണ്ടാകും. ആ തളിക നമ്മുടെ കയ്യിലേക്ക് തരും. നമുക്കതിൽ നിന്ന് അതെടുത്തിട്ട് ആ ഒരു തളികയല്ല, ഒരു ചെറിയ കിണ്ണം അതങ്ങ് തിരിച്ചു കൊടുക്കാം. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളും അതുപോലെ ദർശന സൗഭാഗ്യങ്ങളും ഒക്കെ ആയിട്ട് വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ഗണപതിക്ക് തിരുമുന്നിൽ നമ്മൾ നിൽക്കുകയാണ്. മോദകഹസ്തനായ മഹാഗണപതിയാണ് ഇവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ മഹാഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കദ്രി മഞ്ജുനാഥ ക്ഷേത്ര കാഴ്ചകൾ നമുക്ക് കാണാം. ഗണപതിയെ തൊഴുതു വന്നാൽ തൊട്ടരികിൽ പിന്നെ നമുക്ക് ദുർഗാ പരമേശ്വരിയാണ് കാണാനുള്ളത്. മംഗലാപുരത്തെ വാഴുന്ന ഭഗവതി ദുർഗാ പരമേശ്വരിയാണെന്ന് പറയാറുണ്ട്. കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് പലയിടങ്ങളിലായി ദുർഗാ പരമേശ്വരിയുടെ ക്ഷേത്രം കാണാനുമാകും. അതിപ്രസിദ്ധമായ നിരവധി ദുർഗാ പരമേശ്വരി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ദുർഗാ പരമേശ്വരി ഇരിക്കുന്ന ഒരു പ്രത്യേക ഭാവത്തിലാണ്. ഇരുപാദങ്ങളും നിലത്തൂന്നി, സാധാരണ നമുക്ക് അങ്ങനെ കാണാറില്ല. ഒരു പാദം ഉയർത്തി വെച്ച് ഒറ്റ പാദം മാത്രം, ഒന്നുകിൽ ഇടതുപദം അല്ലെങ്കിൽ വലതുപദം മാത്രം നിലത്തൂന്നിയിരിക്കുന്ന രീതിയിലാണ്. എന്നാൽ ഇവിടെ 2 പാദങ്ങൾ നിലത്തൂന്നിയിരിക്കുന്ന ഉപവിഷ്ടയായി നിൽക്കുന്ന ഭഗവതിയാണ് കാണുന്നത്. അതാണ് ദുർഗാ പരമേശ്വരിയുടെ പ്രത്യേകത. ഇനി ഇതുകൂടാതെ ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറിന് അതിഗംഭീരമായ ഒരു ആഴമാണ്, ആഴത്തിലാണ് ജലമുള്ളത്. അങ്ങനെ ജലം ആഴത്തിലുള്ളത് കൊണ്ട് ഇവിടുത്തെ പാതാള ഗംഗയായിട്ടാണ് ആ ജലത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പാതാള ഗംഗ നിലകൊള്ളുന്നത് ദുർഗാ പരമേശ്വരിക്ക് സമീപത്തെ കിണറിലാണ് എന്നുള്ളത് ഇവിടുത്തെ ഒരു വിശേഷമാണ്. കദ്രി മഞ്ജുനാഥ ക്ഷേത്രം. ഇതിലെ കദ്രി എന്ന വാക്ക് യഥാർത്ഥത്തിൽ കദളി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കദളി എന്ന് പറഞ്ഞാൽ കദളി പഴമുണ്ടല്ലോ, ഭഗവാന് പ്രിയപ്പെട്ട കദളിപ്പഴം.
ഈ കദളി വാഴത്തോട്ടത്തിൽ പരശുരാമൻ തപസ്സിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐതിഹ്യം. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് കദ്രി അഥവാ കദളി എന്ന നാമം വന്നിരിക്കുന്നത്. കദ്രി എന്ന വാക്കിന് മറ്റു പല അർത്ഥങ്ങളും പറയാറുണ്ട്. അത് കദ്രികാവനം എന്ന് ബുദ്ധമത തത്വങ്ങളിൽ വിശേഷിപ്പിക്കുന്ന പ്രദേശമായതുകൊണ്ടാണ്. ബുദ്ധമത തത്വങ്ങളിൽ ഇത് കദ്രികാവനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ പല അർത്ഥങ്ങളുള്ള കദളി വാഴത്തോട്ടമുണ്ടായിരുന്ന പ്രദേശത്ത് പരശുരാമൻ തപസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പരശുരാമന് ഇങ്ങനെ തപസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്ന ശ്രീരാമനാണ്. ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ ആ ഒരു രൗദ്രഭാവത്തിൽ നിൽക്കുന്ന പരശുരാമൻ ഒരിക്കൽ ശ്രീരാമനെ നേരിട്ട് കാണുന്ന സമയത്തുണ്ടാകുന്ന ദേഷ്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മഹാഗുരുവായ മഹാദേവൻ്റെ ചാപം ഒടിച്ചവനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആ ദേഷ്യത്തിൽ അടുത്തേക്ക് ചെന്ന് ശ്രീരാമൻ അരികിലേക്ക് എത്തുമ്പോഴാണ് അഭൗമമായ തേജസ്സിൻ്റെ രണ്ട് ഭാവങ്ങൾ തന്നെയാണ് തങ്ങൾ ഇരുവരുമെന്ന് പരശുരാമന് മനസ്സിലാകുന്നത്. ഈ സമയത്താണ് ശ്രീരാമൻ പറയുന്നത്, ഈ കോപം അടക്കുന്നതിനും പശ്ചാത്താപ വിവശമായിരിക്കുന്ന മനസ്സിനെ രക്ഷിക്കുന്നതിനും അങ്ങ് മഹാദേവനെ ഉപാസിക്കാനായി കദളി വനത്തിലേക്ക് പൊയ്ക്കൊള്ളുവാൻ. അങ്ങനെ കദളി വനത്തിലേക്ക് വന്ന് പരശുരാമൻ തപസ് ചെയ്തു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. മംഗലാപുരത്തിലെ കദ്രി മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ രണ്ട് രാമന്മാരും ഒരുപോലെ പ്രാധാന്യത്തോടെ നിലകൊള്ളുന്നു. ശ്രീരാമനും പരശുരാമനും അവരുടെ ഉപാസനാമൂർത്തിയായ മഞ്ജുനാഥനായ മഹാദേവനും. കദ്രിയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന നാലമ്പലത്തിന് തിരുമുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ശിവലിംഗ സ്വരൂപമായി തന്നെ നമുക്ക് മഞ്ജുനാഥനെ ദർശിക്കാനാകും. എന്നാൽ അലങ്കാരങ്ങളോട് കൂടിയാണ് കാണുന്നത് എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതും കൂടാതെ ത്രിലോകിതാക്ഷൻ എന്നുള്ള പേരിൽ അകത്ത് നമുക്ക് ബ്രഹ്മാവിനെ ധ്യാനത്തിലിരിക്കുന്ന ബ്രഹ്മാവിനെ കാണാനാകുന്നു. നാരായണ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇവിടുത്തെ എല്ലാ വിഗ്രഹങ്ങളും ബുദ്ധസ്വാധീനത്തോടു കൂടി നിൽക്കുന്നതാണ്. അതിപുരാതനമായിട്ടുള്ള ഒരു ചെമ്പിൽ തീർത്ത വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്, ബ്രഹ്മാവിൻ്റേതായിട്ട്. ഇതുകൂടാതെ നാഗങ്ങളിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ചതുരാകൃതിയിൽ, വളരെ ചെറിയൊരു ചതുരാകൃതിയിലുള്ള കുളത്തിന് കരയിലായിട്ടാണ് നാഗദൈവങ്ങളിരിക്കുന്നത്. ഈ കുളമാകട്ടെ ഭൂമി ഗംഗ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദുർഗാ പരമേശ്വരിക്കരികിൽ പാതാള ഗംഗയാണുള്ളത് എങ്കിൽ മഞ്ജുനാഥൻ അരികിലുള്ളത് ഭൂമി ഗംഗയാണ്. അതീവ തീർത്ഥ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കദ്രി മഞ്ജുനാഥ ക്ഷേത്രം. തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് തന്നെ വേണം ഭക്തർ ഇവിടെ ദർശനം നടത്താനെന്നാണ്. ശ്രീരാമ നിർദ്ദേശത്താൽ പരശുരാമൻ തപസ് ചെയ്തത് പറഞ്ഞുവല്ലോ. ഇങ്ങനെ തപസ് ചെയ്യുന്ന വേളയിൽ പരശുരാമൻ കദളി വനത്തിൽ നിന്നാണ് തപസ് ചെയ്തതെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആകാശത്തിൽ മുഴുവൻ മേഘങ്ങളായിരുന്നു. പരശുരാമൻ തൻ്റെ ഉപാസനാമൂർത്തിയായ മഹാദേവനെ ഉപാസിക്കുന്ന സമയത്ത് ഈ മേഘങ്ങളെല്ലാം കൂടിച്ചേർന്ന് കാലഭൈരവ സ്വരൂപത്തിലാണ് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടത്. പരശുരാമൻ നടത്തിയത് കാലഭൈരവ ആരാധനയാണ് എന്നും വിശ്വാസമുണ്ട്. കാലഭൈരവൻ കാശിയിൽ വാഴുന്ന മഹാതമ്പുരാനാണല്ലോ. അങ്ങനെ വന്നപ്പോൾ ഭഗീരഥിയും ഒപ്പം കൊണ്ടുവന്നു എന്നാണ്. ശ്രീപാർവതിയും ഒപ്പം ഉണ്ടായിരുന്നു, ഭഗീരഥിയും, അതായത് കാശി തന്നെ നേരെ പരശുരാമന് മുന്നിലേക്ക് വന്നു എന്നാണ്. അങ്ങനെ വന്നതുണ്ട് കാലഭൈരവൻ്റെ സാന്നിധ്യം വന്നതുകൊണ്ടും അതുമാത്രമല്ല കാശിയിൽ നിന്ന് ഗംഗാ സാന്നിധ്യം വന്നതുകൊണ്ടും ഇവിടെ നമുക്ക് ഗോമുഖ് എന്നൊരു പ്രദേശം കാണാനാകും. ഗോമുഖത്തിൽ ഗണപതിയാണ് മൂർത്തിയായിരിക്കുന്നത്. പക്ഷേ അതിന് താഴെ, ഗണപതി ഇരിക്കുന്നതിന് നേരെ താഴെയായി ഒരു പശുവിൻ്റെ രൂപമുണ്ട്. അതിന് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജലം. ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് ശരിക്കും അറിയില്ല. കദ്രി മലകൾക്ക് മുകളിൽ എവിടെ നിന്നുമാണ്. പക്ഷേ കാലഭൈരവൻ പരശുരാമനെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വന്ന സമയത്ത് ഒപ്പം കൊണ്ടുവന്ന ഗംഗയാണ് ഇവിടെ ഒഴുകുന്നത് എന്ന സങ്കല്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഗോമുഖ് ഗണപതിക്ക് തൊട്ട് താഴെയായി ഗംഗയിലെ ജലം അങ്ങനെ തന്നെ ഒഴുകി വരുന്നു. എന്നും എല്ലാ കാലത്തും അവിടെ ജലം ഉണ്ടാവും. ഏത് വേനൽക്കലും മഴയത്തും ഒക്കെ അവിടെ ജലമുണ്ടാകും. ഈ ജലം പരമപുണ്യമായിട്ട്, എങ്ങനെയാണോ ഗംഗാ സ്നാനം പുണ്യമായി തരുന്നത് അതുപോലെയാണ് ഭക്തർ ഇവിടെ സ്നാനം നടത്തുന്നത്. ചിലർ സ്നാനം തന്നെ നടത്തുന്നത് കാണാം, ചിലർ പ്രോക്ഷണം ചെയ്യുന്നത് കാണാം, ജലം ശേഖരിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന കാണാം. അപ്പോൾ പരമപ്രധാനമായ പുണ്യതീർത്ഥമായിട്ടാണ് ഗോമുഖത്തിലെ തീർത്ഥത്തെ കരുതുന്നത്. കാലഭൈരവനോടൊപ്പം വന്ന സാക്ഷാൽ ഗംഗ തന്നെയാണ് ഇത്. ഗംഗാജലത്താൽ അഭിഷേകം ചെയ്യുവാൻ എന്നും ഇഷ്ടപ്പെടുന്ന മഹാദേവൻ കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ഭാവത്തിലിരിക്കുന്നുണ്ട്. അവിടേക്ക് പ്രവേശിക്കുന്ന ഭക്തർ, അതായത് വീണ്ടും ഒരു പടവുകൾ കയറി മുകളിലേക്ക് പോയാൽ ഒരു ശിവലിംഗം കാണാം. അവിടേക്ക് ഗംഗാജലം അഭിഷേകം ചെയ്യണമെന്നാണ്. അപ്പോൾ ഗോമുഖിൽ നിന്ന് തീർത്ഥമെടുത്ത് ഗംഗാജലത്തെ എടുത്ത് അവിടേക്ക് കൊണ്ടുപോയി അഭിഷേകം ചെയ്യണമെന്നാണ് ഇവിടുത്തെ രീതി. അതിനനുസരിച്ച് നമുക്കും ഈ ജലം ശേഖരിക്കാം. സർവ്വതീർത്ഥങ്ങളും ഗംഗയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ഭാരതീയനും ഹിന്ദുവുമാകുന്നത്. ആ ഗംഗാ സാന്നിധ്യത്തെ വന്ദിച്ചുകൊണ്ട്
മനസ്സുകൊണ്ട് ഗംഗയെ എല്ലാ തരത്തിലുള്ള ഉപാസനകളും ആരാധനകളും നടത്തിക്കൊണ്ട് മെല്ലെ ഈ ജലത്തെ സ്പർശിക്കുകയാണ്. ഗോമുഖിൽ നിന്നുള്ള ഈ തീർത്ഥത്തെ നമുക്ക് ശേഖരിക്കാം. ഗംഗാധരന് പ്രിയപ്പെട്ട ഈ ഗംഗാജലത്താലുള്ള അഭിഷേകം, ജലധാര, അത് ചെയ്യുവാനുള്ളൊരു അവസരമുണ്ടാകുന്നു കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തർക്കും എന്നതും വിശേഷമാണ്. ഇനി നമുക്ക് ഈ ജലവുമായി ആ പടവുകൾ കയറാം. ചന്ദ്രകലാധരനായ മഹാദേവന് ജലധാര അർപ്പിക്കാനുള്ള മഹാൻ അവസരം, അതാണ് ഓരോ ഭക്തർക്കും, ശിവഭക്തർക്കും ഇവിടെ എത്തിയാൽ ലഭിക്കുന്നത്. നമുക്ക് തന്നെ നേരിട്ട് ജലധാര നടത്താം. ഇത് എപ്പോഴും ലഭിക്കുന്നൊരു ഭാഗ്യമല്ലല്ലോ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ. പക്ഷെ കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ചന്ദ്രകലാധരനായ ചന്ദ്രമൗലീശ്വരനായ മഹാദേവന് ജലധാര, അതും ഗംഗാജലത്താൽ തന്നെ, ഗോമുഖത്തിലെ ജലത്താൽ അഭിഷേകം ചെയ്യാനുള്ള മഹാഭാഗ്യം കൂടി ഭക്തർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതൊരു മഹാഭാഗ്യവും മഹാനുഭവവും തന്നെയാണ്. ഈ ശിവലിംഗം നിലകൊള്ളുന്ന പ്രദേശത്തിനുമുണ്ട് പ്രത്യേകത. യോഗികൾ 9 യോഗികൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. 84 സിദ്ധറുകളും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ തന്നെ സുന്ദരനാഥം, നാദപ്രാന്തത്തിലെ സുന്ദരനാഥം എന്ന് പറയുന്ന ആകാശത്തിലൂടെ സഞ്ചരിക്കുവാൻ പോലും കെൽപ്പുണ്ടായിരുന്ന സന്യാസിയുടെ സാന്നിധ്യം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ എല്ലാ ബന്ധയും, മഹാബന്ധ, അതായത് മൂലബന്ധ, ഉദ്യാനബന്ധ, ജലന്ധരബന്ധ, ഈ 3 ബന്ധയും ഒരുമിച്ച് പിടിച്ച് പ്രത്യേകമായൊരു ഭാവത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു ശില്പവും ഇവിടെയുണ്ട്. അപ്പോൾ സുന്ദരനാഥ സ്വാമികളുടെ കൂടി, സിദ്ധറുകളുടെ കൂടി, അവധൂതന്റെ കൂടി സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയാണ് ഇത്. ഓം നമഃ ശിവായ. മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഉയർന്ന ഒരു തലത്തിൽ, അതായത് പടവുകൾ കയറി മുകളിലേക്ക് വന്നാൽ നമുക്ക് കാണാനാകുന്ന തീർത്ഥക്കുളങ്ങൾ. ഒരേ നിരയിൽ നമുക്ക് ഏകദേശം 8 തീർത്ഥക്കുളങ്ങളും മാറിയിട്ട് ഒരു തീർത്ഥക്കുളവും, അങ്ങനെ 9 തീർത്ഥക്കുളങ്ങൾ കാണും. ഇതിൽ ഒരു തീർത്ഥക്കുളം നല്ല നീളത്തിലാണ്. നല്ല നീളത്തിലുള്ള ഈ തീർത്ഥക്കുളം ശിവപാർവതി സാന്നിധ്യമായിട്ട്, അതായത് ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഗംഗാസമേതരായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാന്നിധ്യത്തെയാണ് പറയുന്നത്. എന്നാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ചതുരാകൃതിയിലുള്ള 7 കുളങ്ങൾ നമുക്ക് കാണാം. ഈ 7 കുളങ്ങൾ മഹാദേവനും ശ്രീപാർവതിയും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശ്രീപാർവതി പരശുരാമന് സപ്തകോടി മന്ത്രങ്ങൾ ഉപദേശിച്ചു അത്രേ. ഓരോ കോടി മന്ത്രവും, ഓരോ മന്ത്രങ്ങളും 1 കോടിയാകുമ്പോൾ, സപ്തകോടി മന്ത്രങ്ങളിൽ ആദ്യത്തെ കോടി മന്ത്രമാകുമ്പോൾ ഒരു തീർത്ഥം എന്നുള്ള രീതിയിൽ സപ്തകോടികളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് 7 തീർത്ഥങ്ങളുള്ളത്. ഇന്ന് ഇവിടെ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ ആദ്യം ശിവപാർവതി സാന്നിധ്യമായി നിൽക്കുക, ഗംഗാ സാന്നിധ്യമായി നിൽക്കുന്ന നീളമുള്ള കുളത്തിൽ സ്നാനം ചെയ്തതിന് ശേഷം വന്ന് ഈ 7 തീർത്ഥങ്ങളിലും മുങ്ങിക്കുളിക്കും. ഇങ്ങനെ മുങ്ങിക്കുളിക്കുന്നതോടുകൂടി സപ്തകോടി മന്ത്രങ്ങൾ ജപിച്ചതിൻ്റെ പുണ്യവും ശിവശക്തി യുക്തഭാവത്തിലുള്ള അനുഗ്രഹങ്ങളുമാണ് ലഭിക്കുന്നതെന്നാണ്. അത് കഴിഞ്ഞ് പിന്നീട് ക്ഷേത്ര നടയിലേക്ക് എത്തുന്ന സമയത്ത് ഗോമുഖിലും കുളിച്ചതിന് ശേഷമാണ് അവർ താഴേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ നടയിലെത്തുമ്പോൾ അവിടെ പൂജാരി നിൽക്കുന്നുണ്ടാവും. പൂജാരി പ്രത്യേക രീതിയിൽ അകത്തെ തീർത്ഥം കൊണ്ട് വീണ്ടും ഒന്നുകൂടി അവരെ സ്നാനാദി കർമ്മങ്ങൾ നടത്തിച്ചതിന് ശേഷം തീർത്ഥവും പ്രോഷണം ചെയ്തതിനാണ് അകത്ത് കയറ്റുക. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു രീതി. പാർവതി ഉപദേശിച്ചു കൊടുത്ത സപ്തകോടി മന്ത്രങ്ങളാണ് ഇവിടെ 7 തീർത്ഥങ്ങളായി, ചതുരാകൃതിയുള്ള 7 തീർത്ഥങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. നീളമുള്ള തീർത്ഥം ശിവപാർവതി സാന്നിധ്യവും. എന്നാൽ ഇവിടെ 9 കുളങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 9 കുളങ്ങളുടെ സങ്കല്പം പറയുന്നത് നവയോഗികളുടെ സാന്നിധ്യഭൂമി കൂടിയാണ് കദ്രി മഞ്ജുനാഥ ക്ഷേത്രം. ഈ നവയോഗികളും അവരവരുടെ സാന്നിധ്യങ്ങളെ നിറച്ചുകൊണ്ട് ഉള്ള തീർത്ഥങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെന്നും അങ്ങനെയാണ് 9 തീർത്ഥക്കുളങ്ങൾ വന്നത് എന്നും ഒരു ചരിത്രമുണ്ട്. ശങ്കരോ സദാശിവോ
Moksha, Journey to the Self.